വന്ന് എന്ത് സന്ദേശമാണ് ഇന്ത്യ മുന്നണിയുടെ പേരിൽ പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇവിടെ വോട്ട് പിടിക്കുന്നത്? എവിടെയാണ് കോൺഗ്രസിന്റെ തലതൊട്ടപ്പന എന്ന് പറയുന്ന നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്? എന്റെ സ്നേഹിതനെന്ന് പറ. ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ലല്ലോ. കൊച്ചുകുട്ടികളെ അടിച്ചു വിടുകയാണ് വർക്കിംഗ് കമ്മിറ്റി. നിങ്ങൾ മത്സരിച്ചേ പറ്റൂ. അയ്യോ ഇല്ല, ഞാനില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പെങ്ങളും കരയല്ലേ? എന്താ സ്ഥിതി? ബി ജെ പിക്കാരെ എവിടെ നിങ്ങൾ കേരളത്തിൽ വന്ന് സംസാരിക്കുന്നു, തമിഴ്നാട്ടിൽ പോയാൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കുന്നു. ഇവിടെ വന്ന് കോൺഗ്രസിന് എതിരായിട്ട് വോട്ട് പിടിക്കുന്നു. ഇവര് രണ്ടുപേരും കൂടെ പോയിട്ട് കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കുന്നു. എന്തോ ഗതികേടാ ഇത്? ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഒന്നാമത്തെ പാർട്ടിയല്ല. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ കോൺഗ്രസുമായി മത്സരിച്ച് ജയിച്ചാൽ പോലും ബി ജെ പിയെ മാറ്റി നിർത്തുക എന്ന ഒരു രാഷ്ട്രീയ നിലപാടിന്റെ അകത്ത് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഇവിടെ എന്താണ്? അമേഠിയിൽ പോലും മത്സരിക്കാൻ ധൈര്യമില്ലാതെ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കരുത്തുള്ള കേരളത്തിൽ വന്ന് ഞാൻ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വയനാട്ടിൽ പറയേണ്ട ഗതികേടിലല്ലേ കോൺഗ്രസ് നിൽക്കുന്നത്? ഒരുമിച്ച് മത്സരിക്കാതെ ഇവിടെ നിങ്ങൾ എന്താ ഇന്ത്യ മുന്നണി ഒരുമിച്ച് മത്സരിക്കാതെ ഇവിടെ എന്താ മത്സരിക്കാതെ? അതിന് ഉത്തരം പറയണം. എന്തുകൊണ്ട് ഒരുമിച്ച് വരും ഇവിടെ മത്സരിക്കുന്നത്? അതിന് ഉത്തരം പറയണം. ഇവരിലേക്ക് പോകണം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇന്ത്യ മുന്നണി യോഗം രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഞങ്ങളുടെ വോട്ട് ഷെയർ കുറയാറുണ്ട്. 10 വർഷം മുമ്പ് ബംഗാളിൽ CPM-ന്റെ വോട്ട് ഷെയർ 28%. ഞങ്ങളുടെ നേതാക്കൾ പോയിട്ടുണ്ട്, വോട്ട് ഷെയർ പോയിട്ടില്ല. BJP നേരിട്ട് എതിർക്കുന്നു എന്ന് ഇവർ പറയുന്ന ബംഗാളിൽ പോലും നിങ്ങളുടെ വോട്ട് ഷെയർ 4-ൽ താഴെയാണ്. ജില്ലാ ഒരു പ്രതിപക്ഷ കേട്ടോ, ഒരു കാര്യം ഈ നിയോജകമണ്ഡലത്തിലെ അടുത്ത ചർച്ചയിലെടുക്കാം. ദേശീയ രാഷ്ട്രീയത്തിൽ ബദലാകാൻ കോൺഗ്രസിന് എവിടെയെങ്കിലും പറയാനുണ്ടോ? കാഞ്ഞിരപ്പള്ളി MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനമാണ് കേരളത്തിൽ ആദ്യമായി MLA പദവിയോടുകൂടി BJP പോയത്. നിങ്ങളുടെ നേതാവ് പിണറായി വിജയന്റെ മനസ്സാക്ഷി മകൻ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന മകൻ മാത്രമല്ല, ലീഡറിന്റെ മകള് അൽഫോൺസ് കണ്ണന്താനം, AP അബ്ദുള്ള കുട്ടി, ഇങ്ങനെ തുടങ്ങിയ കൊള്ളാവുന്നവരെല്ലാം ഇപ്പൊ BJP-യിലാ. നിങ്ങൾക്കും വേണേ വരാം. കൊള്ളാവുന്നവർ BJP-യിൽ NDA-യിൽ വാ. കൊള്ളാവുന്നവർ BJP-യിൽ NDA-യിൽ വാ. കൊള്ളക്കാരും കൊള്ളക്കാരും കൊള്ളാവുന്നവർ മാത്രം. കൊള്ളാവുന്നവർ മാസപ്പടിവാദ ആരണിതാ? BJP അല്ല. മാസപ്പടിവാദിക്കുക BJP അല്ല.